കാസർഗോഡ് കുണ്ടംകുഴിയിൽ അധ്യാപകന്റെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടിയതിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. പ്രധാന അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ബിജെപിയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംഭവം ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിക്കുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. കുട്ടിയുടെ കർണപുടം തകർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിച്ചു നോക്കി. ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലത്ത് ഇതുവരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. കുട്ടിയുടെ അമ്മയോട് ചോദിച്ചു. അമ്മയും പരാതി കൊടുത്തിട്ടില്ല, ചികിത്സയിലായിരുന്നു, ഇന്ന് പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്തരം എല്ലാ പ്രശ്നങ്ങളും ഒരു വലിയ വിവാദ പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് അത്ര ഗുണമല്ല. എന്നാൽ അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതായിട്ട്, ശിക്ഷ അറിയിക്കുന്ന കുറ്റം ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ നിയമം നോക്കി മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ല. കാസർഗോഡ് കുണ്ടംകുഴി സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. അധ്യാപകന്റെ മർദ്ദനത്തിലാണ് കുട്ടിയുടെ കർണപുടം പൊട്ടിയത്. സ്കൂൾ അസംബ്ലിക്കിടെയായിരുന്നു ഈ സംഭവം. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കുട്ടിയുടെ സഹോദരി അതേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ സഹോദരി ഈ സംഭവം കണ്ടിരുന്നു. കുട്ടിക്ക് തലകറക്കവും ഉണ്ടായിരുന്നു. ഇപ്പോൾ KV ബൈജു ചേരുകയാണ് വിവരങ്ങളുമായി. ബൈജു, ഇന്നലെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത പ്രകാരം തന്നെയാണല്ലോ കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ മന്ത്രി പറയുന്നുണ്ടായിരുന്നു കുട്ടിയുടെ വീട്ടുകാർ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല, പരാതി കൊടുക്കുമെന്ന്. അങ്ങനെ ഒരു പരാതി വന്നതിന് ശേഷമാണോ ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ കേസ്, അതോ സ്വമേധയാ കേസ് എടുക്കുകയായിരുന്നു? മഞ്ജുഷേ, ബാലാവകാശ കമ്മീഷൻ സ്വമേധയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ പരാതി അല്പസമയത്തിനകം നൽകും. കാരണം ഇപ്പോൾ പരീക്ഷ നടക്കുകയാണ്, ഓണപരീക്ഷ നടക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇപ്പോൾ സ്കൂളിലെത്തി പരീക്ഷ എഴുതുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഇന്നലെ രാത്രിയാണ് ഈ വിഷയം ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ബാലാവകാശ കമ്മീഷന്റെ ആയാലും മന്ത്രിയുടെ ആയാലും പ്രതികരണം വന്നിരിക്കുന്നത്. കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ബാലാവകാശ കമ്മീഷൻ ബേക്കൽ ഡിവൈഎസ്പിക്ക് ഈ സംഭവത്തിൽ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വമേധയാ കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ അസംബ്ലിയിൽ ഇത്തരത്തിൽ കാലുകൊണ്ട് ചരൽ കൂട്ടിയെന്ന ഒരു ആരോപിച്ചായിരുന്നു ഈ ഒരു മർദ്ദനം. അത് അസംബ്ലിയിൽ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായി എന്നാണ് ഈ കുട്ടിയും അതുപോലെ തന്നെ അമ്മയും വ്യക്തമാക്കിയിരുന്നത്. ഇതിലൊരു ഒത്തുതീർപ്പ് ശ്രമം ഉണ്ടായിരുന്നെന്നാണ് വിവരം പുറത്തു വരുന്നത്. പക്ഷെ അത് നടക്കാതെ പോയതോടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരാതിയുമായി ഇവർ എത്തുന്നത്. അതായത് ഈ കർണപടം പൂർണ്ണമായും പൊട്ടി അത് ഒരു ഭാഗത്ത് ചെവിയുടെ കേൾവി ശക്തി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രാഥമികമായ ഒരു ചികിത്സ കുട്ടിയുടെ നടത്തി. ഇനിയിപ്പോൾ ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ KSUവിന്റെ നേതൃത്വത്തിൽ ഈ പ്രധാന അധ്യാപകനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു പ്രതിഷേധ മാർച്ചും സ്കൂളിലേക്ക് ഉണ്ടായിരുന്നു. ചെറിയ തോതിൽ ഉന്തും തള്ളും പോലീസുമായി ഒരു മാർച്ചിനിടയിൽ ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബാലാവകാശ കമ്മീഷൻ നാളെ ഈ കുട്ടിയുടെ വീട്ടിൽ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. മഞ്ജുഷ്, ശരി. സ്കൂളിൽ അസംബ്ലിക്കിടെ അധ്യാപകൻ കുട്ടിയെ തല്ലിയിരുന്നു. ഇതേ തുടർന്ന് കുട്ടിയുടെ കർണപുടം പൊട്ടി. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്.